കുറച്ച് നാളായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിരുന്ന പുളിമത്തിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യത്തിന് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പാകത്തിനിതാ കാശ്മീരി ചില്ലിയും കൂടെയാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് പൊടികൾ മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ദാ ആ പൊടികളിൽ കിടന്നിട്ട് ഇതൊന്ന് മൂക്കട്ടെ. ജസ്റ്റ് പച്ചമണം മാറുന്നത് വരെ മാത്രം മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാകത്തിന് മാത്രം മതി. നല്ല കുറുകിയ പുളിവെള്ളമാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കിതാ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ മത്തികൾ ഇതാ നിരത്തി വെച്ചു കൊടുക്കാം. ഈ ഇടയായിട്ട് മീൻകാരൻ കൊണ്ടുവരുന്നത് ഫുള്ള് കുഞ്ഞമത്തികളാണ്. ഇന്നാണ് ഇച്ചിരി വലുപ്പമുള്ള മത്തികൾ കിട്ടിയത് കേട്ടോ. അപ്പം തന്നെ ഞാനും ഉമ്മയും തീരുമാനിച്ചു എന്നാൽ ഇന്ന് ഇത് ഉണ്ടാക്കാം. കുറച്ച് നാളായി സേവ് ചെയ്ത് വെച്ചിട്ട് അപ്പം തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. വലിയ പണികളൊന്നും ഇല്ലല്ലോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ ഈ മസാലയൊക്കെ ഇടുന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ടായിരുന്നു. ഇപ്പതാ ഈ ഓഡിയോ കൊടുക്കുമ്പോൾ വരെ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്. കാരണം അത്രക്കും ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ പറഞ്ഞ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടല്ലേ. ഇനി ഇത് വറ്റി വന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ സാധനം റെഡി. ഇനി വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.